വെൽക്കം ടു ഫാറ്റ്നസ് ഫസ്റ്റ്, ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ്. ഹലോ ഫ്രണ്ട്സ്, ഫാറ്റ്നസ് ഫസ്റ്റിൻ്റെ ഓണം ഡയറി സ്പെഷ്യൽ വിഭവവുമായി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഓണസദ്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമായ നല്ല നാടൻ സാമ്പാറുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോയാലോ? സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അതിനുള്ള തേങ്ങ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 കൈപ്പിടിയോളം തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രത്തോളമാണ് സാമ്പാർ കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങയുടെ അളവും കൂട്ടി കൊടുക്കാം. ഈ ടൈമിലൊക്കെ നമുക്ക് ഫ്ലെയിം ലോയിൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. ചെറിയുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ ഒരു 10 ചെറിയുള്ളിയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു 4-5 വെളുത്തുള്ളി, അതും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തത് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 3 വറ്റൽമുളക്, അതും പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം. ഈ ടൈമിൽ നമുക്ക് റൂമിലൊക്കെ നല്ല സ്മെല്ലായിരിക്കും. ഇതിൻ്റെ എല്ലാ തേങ്ങയുടെയും ചെറിയുള്ളിയുടെയും ഒക്കെ നല്ല മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. ഈ ഒരു തേങ്ങ നമുക്കൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഇനി ഈ ടൈമിൽ കുറച്ചൊന്ന് ഡ്രൈ ആയി വരുന്ന ടൈമിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കല്യാണ വീട്ടിലൊക്കെ സാമ്പാർ അരച്ചെടുക്കുന്നത്, ഈ കോക്കനട്ട് അരച്ചെടുക്കുന്നത് ഈ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണയിൽ തന്നെ. അവർ ഒട്ടും വെള്ളം ചേർക്കില്ല. അപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണയിൽ തന്നെ അരച്ചെടുക്കുന്നത് കൊണ്ട് ആ സാമ്പാറിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ കൂടുതൽ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് അങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വറുത്തെടുക്കുന്ന ആ ടൈമിൽ കോക്കനട്ട് ഡ്രൈ ആകുന്നതിനനുസരിച്ച് നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വറുത്ത് എടുക്കണം. അങ്ങനെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്ന ആ ടൈമിൽ വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ കൊണ്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്ന ആ ടൈമിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ തേങ്ങ ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് സാമ്പാർ പരിപ്പാണ്. അത് നല്ലവണ്ണം കഴുകി വെള്ളത്തിൽ കുറച്ച് ടൈം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി, ഒരു തക്കാളി, ഒരു 2 പച്ചമുളക്, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കരുത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ശേഷം വേവിക്കാൻ ആവശ്യമായി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിലായതിനു ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പരിപ്പൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് കുക്കറിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോയിൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം നമുക്ക്
ഏതൊക്കെ സാമ്പാർ പീസാണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് അതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് പച്ചക്കായ, ക്യാരറ്റ്, മുരിങ്ങ, ചേന ഇവയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ പൊട്ടറ്റോ ഞാൻ സാധാരണ ഇട്ട് കൊടുക്കാറില്ല. അതെനിക്ക് സാമ്പാറിന് അത്ര ടേസ്റ്റ് കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് ഞാനത് സാധാരണയായിട്ട് ഇട്ട് കൊടുക്കാറില്ല. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ലോൻ്റെയും ഇടത്തിൻ്റെയും ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ കുറച്ച് ചൂടൊക്കെ മാറിയിട്ടുണ്ട്, അരച്ച് നല്ലവണ്ണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ സാമ്പാർ പൊടി, പിന്നെ കുറച്ച് കായ പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വാളൻ പുളിയാണ്, ഒരു ചെറുനാരങ്ങ വലിപ്പം അത്ര മാത്രം മതി. അത് പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് ഈ സാമ്പാറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും 1 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ശേഷം നമ്മുടെ അരപ്പ്, നേരത്തെ നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് മിക്സാക്കി എടുക്കാം. ഇനി കുറച്ച് വെള്ളം അരച്ച ആ മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് അതുകൂടെ മിക്സാക്കിയിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ ഈ ഒരു നേർമയിലായിരിക്കണം കറി ഉണ്ടായിരിക്കേണ്ടത്, സാമ്പാർ ഉണ്ടായിരിക്കേണ്ടത്. കുറച്ച് തിളച്ച് കുറച്ച് കഴിയുമ്പോൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കുറുകി കിട്ടും. അതുകൊണ്ട് ഈ ടൈമിൽ ഈ ഒരു നേർമയിലായിരിക്കണം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നമുക്ക് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് സാമ്പാറിൻ്റെ മെയിൻ ഐറ്റമായ വെണ്ടക്കായ ഇട്ട് കൊടുക്കണം. അത് നമുക്ക് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തിട്ട് അത് അടിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഈ ഒരു 2-3 മിനിറ്റ് തിള വന്നതിന് ശേഷം നമുക്ക് ഒരു 2-3 വെണ്ടക്കായ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം അതിൻ്റെ വെണ്ടക്കായയുടെ മുകളിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കുമൊന്നും വേണ്ട. കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അത് വീണ്ടും തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സാമ്പാറിൻ്റെ സ്മെല്ല് റൂമിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ചോറ് കൂട്ടി കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ലോൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിലായിരിക്കണം ഫ്ലെയിം ഉണ്ടായിരിക്കേണ്ടത്. ഈ ടൈമിൽ നമുക്ക് വീണ്ടും പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയൊക്കെ പുറത്തേക്ക് തെളിഞ്ഞു കാണാം. ഇനി ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഒരു നുള്ള് ശർക്കരപ്പൊടി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചേർക്കുമ്പോൾ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനുള്ള കടുകും വറ്റൽമുളകൊക്കെ നമുക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സാമ്പാറിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കിഡിലൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറാണ്. ഈ സാമ്പാർ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.